പിതാവിനും പുത്രനും പരിശുദ്ധർവായിക്കും സ്തുതി. ആദ്യമുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശകളിൽ ഒന്നായ വിശുദ്ധ മൂറോനെ കുറിച്ചാണ് ഇന്ന് വളരെ സംക്ഷിപ്തമായി നാം മനസ്സിലാക്കുന്നത്. എന്താണ് വിശുദ്ധ മൂറോൻ? വിശുദ്ധ സഭയുടെ അംഗമായി തീരേണ്ടതിന് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെയും വിശുദ്ധ ദൈവാലയം, വിശുദ്ധ തബലേത്ത പലക എന്നിവയെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ മുദ്രകുത്തി സജ്ജീകരിക്കുവാൻ പ്രത്യേകം ഉണ്ടാക്കപ്പെടുന്ന അഭിഷേക തൈലമാണ് വിശുദ്ധ മൂറോൻ. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 30-ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതൽ 30 വരെയും, പുതിയ നിയമത്തിൽ 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും വിശുദ്ധ മൂറോനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിച്ച് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ മൂറോൻ തയ്യാർ ചെയ്യുന്നത് അനേകം സുഗന്ധദ്രവ്യങ്ങളും എണ്ണകളും ചേർത്താണ്. നിയതമായൊരു വ്യവസ്ഥ ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉണ്ട്. ദീർഘമായ ഒരു ശുശ്രൂഷയിലൂടെയാണ് വിശുദ്ധ മൂറോൻ നിർമ്മിച്ചെടുക്കുന്നത്. ശ്രേഷ്ഠ മഹാപുരോഹിതാൽ മാത്രം വിശുദ്ധ മൂറോൻ തയ്യാറാക്കുന്നു. സുറിയാനി സഭയിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായാലാണ് വിശുദ്ധ മൂറോൻ നിർമ്മിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാഭിഷേകത്തെ സൂചിപ്പിക്കാനാണ് വിശുദ്ധ മൂറോൻ പരിശുദ്ധ സഭയിൽ നാം ഉപയോഗിക്കുന്നത്. ഏറെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി സഭയുടെ പരമാധ്യക്ഷൻ മാത്രം നടത്തുന്ന ഏറ്റവും ആത്മീക നിറവുള്ള ഒരു ശുശ്രൂഷയിലൂടെയാണ് വിശുദ്ധ മൂറോൻ നിർമ്മിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടെ മാത്രമേ വിശുദ്ധ മൂറോൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. വിശുദ്ധ മൂറോൻ പുരോഹിതനല്ലാതെ മദ്ബഹായിലെ ശുശ്രൂഷക്കാർ പോലും സ്പർശിക്കുവാൻ പരിശുദ്ധ സഭ അനുവദിക്കുന്നില്ല. മൂറോൻ പകർത്തുന്നതിന് പരിശുദ്ധ സഭയിലെ മെത്രാപ്പോലീത്തമാർക്ക്, മഹാപുരോഹിതന്മാർക്കാണ് അവകാശമുള്ളത്. മാമോദീസ തൊട്ടിക്കടുത്ത ഭിത്തിയിലെ അലമാരയിലോ വിശുദ്ധ ത്രോണോസിൽ തന്നെയോ വിശുദ്ധ മൂറോൻ സൂക്ഷിക്കുന്നു. വിശുദ്ധ മൂറോൻ കൊണ്ടുള്ള അഭിഷേകം സഭയുടെ എല്ലാ അംഗങ്ങളും നിർബന്ധമായും നടത്തിയിരിക്കണം. വിശുദ്ധ മാമോദീസായോടൊപ്പം തന്നെ ഈ അഭിഷേകവും എല്ലാ വിശ്വാസികൾക്കും നൽകുന്നു. വിശുദ്ധ മൂറോൻ പട്ടക്കാരനല്ലാതെ മറ്റാരും കൈകൊണ്ട് സ്പർശിക്കാനോ വിശുദ്ധ മൂറോൻ ഇരിക്കുന്ന കുപ്പി കൈകളിലെടുക്കാനോ പരിശുദ്ധ സഭ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മൂറോനെക്കുറിച്ച് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുകയും പരിശുദ്ധ സഭയിൽ ഇതിൻ്റെ ഉപയോഗ രീതിയെക്കുറിച്ച് നാം ഗ്രഹിച്ചിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്തൊരു വിഷയവുമായി നമുക്ക് ഒത്തുകൂടാം. അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതവും ശോഭനവുമായ ഒരു പുതിയ ദിവസം നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.
വാഴ്ത്തുമോയേ